രാഗൻ, നിലമ്പൂരിൽ മണിക്കൂറുകൾ മാത്രമാണ് ആളുകൾ, രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ നാട്ടുകാരാകട്ടെ, അവരിങ്ങനെ എണ്ണി എണ്ണി കാത്തിരിക്കുകയാണ് തങ്ങളുടെ തീരുമാനം അത് വോട്ടർ പെട്ടിയിലേക്ക് എത്തിക്കാൻ. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദം അത് ആകെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. വലത് ക്യാമ്പിൽ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ അവരനുഭവിച്ച ഒരു സമ്മർദ്ദത്തെ മറികടക്കാൻ ഉള്ള ഒരു ആയുധമായി ഒരുപക്ഷെ എം വി ഗോവിന്ദന്റെ വാക്കുകൾ മാറിയേക്കാം. എങ്ങനെയാണ് രണ്ട് പാളയങ്ങളിലും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന ഇതിൻ്റെ ഒരു ഇമ്പാക്ട്? അതായത് തനിക്ക് നേരെ വന്നൊരു വിഷയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എടുത്തുയർത്തിയ ചോദ്യം കുരുക്കിലാകുന്ന അവസ്ഥയിലായിപ്പോയി ഇപ്പോൾ CPM. അതാണ് ഇപ്പോൾ CPM-ന് പറ്റിയിരിക്കുന്ന പറ്റ് എന്ന് പറയേണ്ടി വരും. എം സ്വരാജിന്റെ പ്രതികരണമടക്കം ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞതിനെ ഒന്ന് വഴിമാറ്റി വിടുന്ന തരത്തിലുള്ള പ്രതികരണമാണ് എം സ്വരാജ് ഉൾപ്പെടെ കരുതലോടുകൂടി നടത്തിയിരിക്കുന്നത് എന്നതിലൂടെ ഈ കാര്യങ്ങൾ വ്യാഖ്യാനിക്കും വീക്ഷിച്ചും എടുക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ നിലമ്പൂരിന്റെ മണ്ഡലത്തിൽ പ്രചാരണ വിഷയമായിരുന്നത് വെൽഫെയർ പാർട്ടി UDF-ന് നൽകിയിരിക്കുന്ന പിന്തുണ, അതോടൊപ്പം തന്നെ മതരാഷ്ട്രവാദം ഉയർത്തുന്നവരുടെ പിന്തുണ UDF വാങ്ങിയെന്ന തരത്തിൽ ശക്തമായിട്ടുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുഖ്യമന്ത്രി അടക്കം ക്യാമ്പ് ചെയ്ത് ഇവിടെ നടത്തിയത്. ഈ ഘട്ടത്തിലാണ് ഇന്നത്തെ ദിവസം, അതായത് നിശബ്ദ പ്രചരണ ദിവസം, ഇതുമായി ബന്ധപ്പെട്ട അതായത് എം വി ഗോവിന്ദന്റെ പ്രസ്താവന പൊതുമണ്ഡലത്തിലേക്ക് വരുന്നത്. അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും ഒരു വീണ് കിട്ടിയ ഒരു അവസരമായി, ഒരു വലിയ വടിയായി CPM-നെ അടിക്കാൻ കിട്ടിയിരിക്കുകയാണ്. അത് അത് UDF ശക്തമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇതിന്റെ ചരിത്ര വസ്തുതകളൊക്കെ അടക്കം പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ മുൻപ് ഈ ഇത്തരത്തിൽ RSS-ഉമായോ അല്ലെങ്കിൽ ജനസംഘവുമായി പോലും തങ്ങൾക്ക് ബന്ധമില്ല എന്ന് ചില CPM നേതാക്കൾ പറഞ്ഞിരുന്ന ഘട്ടത്തിൽ അന്ന് അങ്ങനെയല്ല, ചരിത്ര വസ്തുത പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട് എന്ന് പറയുന്ന BJP നേതാക്കൾ ഇപ്പോഴത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ CPM ഉയർത്തിവിട്ടിരിക്കുന്ന ഈ വിഷയത്തെ ഒന്ന് ഓൺ ചെയ്യാൻ പോലും അവർ തയ്യാറാകുന്നില്ല എന്നതുകൂടി നമുക്ക് ഇവിടെ കാണേണ്ടി വരും. അതായത് വസ്തുതാന്വേഷണം ഒരു തെറ്റായ സമയത്തായി പോയി, അതായത് ട്രൂത്ത് സെഡ് അറ്റ് റോങ് ടൈം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ചെന്ന് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് CPM-ഉം കോൺഗ്രസും പല ഇടങ്ങളിലും ഒരുമിച്ചാണ്. അല്ലാതെ അന്ന് ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു തരത്തിലുള്ള കൂട്ടായ്മ രൂപപ്പെട്ടിരുന്നു. അത് അന്ന് മാത്രമാണ്, അല്ലെങ്കിൽ CPM-മായി സന്ധിയില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ്. വളരെ കുറച്ച് സമയമേ ഉള്ളൂ എങ്കിലും വസ്തുതാന്വേഷണത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട്.